What's up, Chelsea fans, football fans? Welcome back to Chelsea Karan channel. Maresca, I love you. ബാക്കി ആർക്കും നിങ്ങളുടെ മേലിൽ വിശ്വാസമില്ലായിരുന്നിട്ടുണ്ടെങ്കിലും എനിക്കുണ്ടായിരുന്നു നിങ്ങളുടെ മേലിലുള്ള വിശ്വാസം മിസ്റ്റർ മരസ്ക. ഐ ബിലീവ്ഡ് ഇൻ യു, ഐ ട്രസ്റ്റഡ് യു, ആ സപ്പോർട്ട് എപ്പോഴും നിലനിൽക്കും. മരസ്ക, ഐ ലവ് യു. കുറെ പേര് നിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും മരസ്ക, ഐ ബിലീവ് ഇൻ യു. കമോൺ കമോൺ ചെൽസി. അയ്യോ, ഇങ്ങനെ ഉണ്ട് കുറെ എണ്ണം അല്ലേ. ചെൽസി തോക്കുമ്പോൾ കുറെ കോച്ചിനെ ചീത്ത വിളിക്കാനും ചെൽസി ജയിക്കുമ്പോൾ വന്ന് ഇങ്ങനെ കുറെ പ്രശംസിക്കാനുമായിട്ട് കുറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങ് ആ വർഗത്തിലൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അതൊരു ട്രൂ ചെൽസി ഫാൻ ആണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. ആയില്ല അല്ലേ. നമ്മളൊരു ക്ലബ് ആവുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ അല്ലേ? കമോൺ കമോൺ ബോയ്സ്. അപ്പോ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. സംഭവം നമ്മൾ ജയിച്ചു 2-1. ഞാൻ നേരെ ആ സമയത്ത് ഞാൻ കണ്ടില്ല. ഞാൻ സമയത്ത് ഇങ്ങനെ ട്രിപ്പ് അടിക്കുകയായിരുന്നു. ട്രിപ്പ് അടിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വീണ്ടും ഫുള്ള് ഗെയിം നമ്മുടെ ചെൽസി വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഫുൾ ഗെയിം ഞാനിരുന്ന് കണ്ടു. ഗെയിം കാണുന്ന ഇടയ്ക്ക് തന്നെ ഒബ്വിയസ്ലി ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായവും റിവ്യൂസും എല്ലാം ഞാനിരുന്ന് കാണുകയും കേൾക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, മൊട്ടെ പ്രസ് കോൺഫറൻസ് കൊടുക്കണ്ട. എടോ, തന്റെ വിചാരമുണ്ട് താൻ ഏതോ ചാമ്പ്യൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു ക്ലബിനെ ഉയർത്തി എഴുന്നേറ്റ് കൊണ്ടുവരുത്തുകയാണ്, എന്തോ ചാമ്പ്യൻസ് ലീഗിൽ കളിപ്പിക്കുന്നത് വലിയ സംഭവം. എടോ മൊട്ടെ, ഞങ്ങൾ അതിനെക്കാട്ടിലും കഴിഞ്ഞ ഒരു 20-25 കൊല്ലമൊക്കെ ആയിട്ട് റോമൻ അണ്ണന്റെ ഇറയിൽ ഞങ്ങൾ പല ടൈറ്റിലും പല കപ്പുകളും അടിച്ചിട്ടുള്ള ക്ലബ്ബാണ്. വി ആർ എ ക്ലബ് വിത്ത് റിച്ച് ട്രോഫീസ് ആൻഡ് ഹിസ്റ്ററി ആൻഡ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ക്ലബ്സ്. അതിന്റെ ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട് ഞങ്ങൾക്ക്. അല്ലാണ്ട് താൻ വിചാരിക്കുന്ന പോലെ കഴിഞ്ഞ 2 സീസണിലെ ചെൽസി അല്ല ഇത്. ദിസ് ഇസ് എ ചെൽസി ക്ലബ് വിത്ത് എ ലോട്ട് ഓഫ് ട്രോഫീസ് അണ്ടർ റോമൻ അബ്രാമോവിച്ച് എറാ. അത് മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രാബല്യത്തിലേക്ക് വരുന്നത് വാസ് അണ്ടർ റോമൻ. അത് യാതൊരു സംശയം വേണ്ട. അല്ലാണ്ട് കഴിഞ്ഞ 2 സീസണിലല്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ മണുക്കൊണാച്ചിനെ കൊണ്ട് പ്രസ് കോൺഫറൻസ് ചെയ്യിപ്പിക്കില്ല. ഇയാൾക്ക് ഇത് എന്ത് പറ്റി? എന്തോ ഭയങ്കര അടിപൊളിയൊക്കെ ആയിട്ട് പ്രസ് കോൺഫറൻസ് കൊടുത്തിട്ട് ഇപ്പൊ ആരോ തലക്കിട്ട് അടിച്ചതുപോലെ. ഫസ്റ്റ് ഹാഫ് മെറസ്ക, സെക്കൻഡ് ഹാഫ് മെറസ്ക. അതായത് ആദ്യ പകുതി സീസണിലെ മെറസ്കയും രണ്ടാം പകുതി സീസണിലെ മെറസ്കയ്ക്ക് എന്തൊരു കുഴപ്പമുണ്ട്. ആള് മാറിപ്പോയെന്ന് എനിക്ക് തോന്നണേ. ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ജയിച്ചു എന്നുള്ളത് ശരിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ അടിപൊളിയായിട്ടൊന്നുമല്ല നമ്മൾ കളിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കാൻ നേരത്ത് ഫുൾഹാമിന് വെറും ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ്, ആ ഒരു ഷോട്ടിൽ മാത്രമേ ഗോൾ അടിച്ചുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിക്കാൻ പൊന്നളിയാ. വാവ്, നമ്മൾക്ക് കുറെ അവർ ചാൻസസ് ഒക്കെ നമ്മൾ കുറെ കൺട്രോൾ ചെയ്തു. അല്ല, അവർക്ക് അത്യാവശ്യം കൗണ്ടർ അറ്റാക്കിംഗ് ട്രാൻസിഷൻ ത്രെട്ട് ചാൻസസ് ഉണ്ടായിരുന്നു. കിളവിന് ഉന്നമില്ലാത്തത് കൊണ്ട് ഭാഗ്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ പ്ലെയർ ക്വാളിറ്റി ആർ നോട്ട് ടോപ്പ് എലീറ്റ് പ്ലെയർ ക്വാളിറ്റി. നേരെ പറഞ്ഞ് കുറേ കൂടെ നല്ല ക്വാളിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ പിന്നെയും കുറെ കൂടെ ചാൻസസ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഗോൾ കീപ്പറിനെ ടെസ്റ്റിംഗ് ചെയ്യണം. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് ചാൻസസ് ക്രിയേറ്റ് ചെയ്തെങ്കിലും നമ്മൾ ഗോൾ കീപ്പറിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ലെനോനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. ആകെ കൂടെ ആ 2 ഗോൾ അടിച്ചതിൽ അതൊരു ആ ഒരു ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാണ്ടെന്നുണ്ടെങ്കിൽ ലെനോനെ കൊണ്ടൊരു കിടിലൻ 2 സേവുകളോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്സ്വിച്ചിനെതിരെ നമ്മൾ അത്യാവശ്യം അവരുടെ ഗോൾ കീപ്പറിനെ നമ്മൾ പണിയെടുപ്പിച്ചു. പക്ഷെ ഇതിൽ നമ്മൾ അങ്ങനെ പണി പിടിച്ചൊന്നുമല്ല. അപ്പൊ കളി മൊത്തത്തിൽ വിലയിരുത്തി കഴിഞ്ഞാലും ശങ്കരൻ തെങ്ങ തന്നെ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പോഴും പാസീവ് ഫുട്ബോൾ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുന്നു. അതായത് നമ്മളൊരു ബാഡ്മിന്റൺ കളി കളിക്കുകയാണ്, പോയിന്റ് ഇല്ലാത്ത ബാഡ്മിന്റൺ കളി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം കൂടെ തട്ടി കളിക്കുന്ന ഒരു കളി. അല്ലാണ്ട് കാര്യമായിട്ടൊരു ഇന്റന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് എന്നാൽ നമ്മൾ വളരെ മോശമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് നമ്മൾ ഉഷാറായി. ഏർലി സബ്സ്റ്റിറ്റ്യൂഷൻ മെറസ്ക കൊണ്ടുവന്നു, സാൻജോനെ കൊണ്ടുവന്നു, നോണി മാഡോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് അവിടെ ഏർലി സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന മെറസ്ക, ദാറ്റ് വാസ് എ ഗുഡ് മൂവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നെറ്റോ നല്ലോണം പണിയെടുക്കും. മാഡുവൊക്കെ പണിയെടുക്കില്ല, അവൻ ഡിഫെൻസീവ്ലി അവൻ വർക്ക് ചെയ്യില്ല. പക്ഷെ നെറ്റോ അങ്ങനെയല്ല, നെറ്റോ നല്ലോണം ഓടി പണിയെടുക്കും. അപ്പൊ അതൊരു നല്ല മൂവ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ മൊത്തത്തിൽ കളി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഇന്റൻസിറ്റി കാണിച്ചു. നമ്മൾ കുറച്ച് ത്രെട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളും തിരിച്ച് ഗെയിമിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ വീണ്ടും ത്രെട്ട് ഉണ്ടാക്കി. അപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് ഉഷാറായി. നമ്മൾ ഈ പറയുന്നത് പോലെ ഓക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന് ഗോൾ അടിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്ന 2 ഹാഫ് ചാൻസ്. ആ 2 ഹാഫ് ചാൻസിലും ബ്യൂട്ടിഫുൾ ക്ലിനിക്കൽ ഫിനിഷസ്. ഒന്ന്, ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോൾ അടിച്ച ടൈറിക് ജോർജിന് ഏകദേശം 77ാമത്തെ മിനിറ്റിൽ നമ്മുടെ ജാക്സന് പകരം കൊണ്ടുവന്നു. കുറച്ചും കൂടെ നേരത്തെ ആവായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷൻ. കാരണം മൈക്കിൾ ജാക്സണിൽ നിന്ന് ഇൻവിസിബിൾ ജാക്സണായി മാറിയിരിക്കുകയാണ്. ആർക്കും കാണാൻ പറ്റുന്നില്ല ജാക്സനെ. മറ്റേത് എന്തെങ്കിലുമൊക്കെ ഓടുന്നു. ഇപ്പൊ അവനെ കൊണ്ട് ഒന്നിനും പറ്റില്ലാത്തൊരു സ്ഥിതി എത്തി. ഇൻവിസിബിൾ ജാക്സന്റെ പകരം കൊണ്ടുവന്നു, അതിൽ നിന്നൊരു ഗോൾ അടിച്ചു. പിന്നെ ഒരു റോക്കറ്റ് സ്ട്രൈക്ക് ഫ്രം പെഡ്രോ നെറ്റോ നമ്മുടെ അടുത്ത്. അപ്പൊ ഈ റോക്കറ്റ് സ്ട്രൈക്ക് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം, എനിക്കല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ച് നാളായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. നമുക്കൊരു ബോൾ സ്ട്രൈക്കിംഗ് സെന്റർ ഫോർവേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ അത്യാവശ്യം നല്ലോണം ഗോൾ സ്കോർ ചെയ്യുന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന ഹാഫ് ചാൻസസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്രിയേറ്റ് ചെയ്യുന്നത് കുറെ ക്രോസസ് എന്നാണ്. ആ ക്രോസസ് ടാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല, പ്ലേയേഴ്സ് ഇടുന്ന ക്രോസസ് ആണ്. കാരണം ഈ ക്രോസ് മീറ്റ് ചെയ്യാനൊന്നും ആരും ഇല്ല നമ്മുടെ ബോക്സിൽ. ഇൻഫാക്ട് സാധാരണ നമ്മൾ ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോഴത്തേക്കും ഒരാൾ ക്രോസ് ഇടുമ്പോൾ നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് പോസ്റ്റ് ഒരാളെ അറ്റാക്ക് ചെയ്യണം, സെന്ററിലേക്ക് വരുമ്പോൾ ഒരാളെ അറ്റാക്ക് ചെയ്യണം, വൈഡ് പോസ്റ്റ് ഒരാളെ അറ്റാക്ക് ചെയ്യണം, പിന്നെ കട്ട് ബാക്കിന് ഒരാൾ നിൽക്കണം. കാരണം ആ ക്രോസ് നേരെ അല്ലല്ലോ എപ്പോഴും ക്രോസ് വരിക, ഫസ്റ്റ് പോസ്റ്റിലേക്ക് അല്ലല്ലോ, ചിലപ്പോൾ കട്ട് ബാക്ക് വരും. ആ കട്ട് ബാക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ആ നമ്മുടെ ഡിഫൻഡറിന്റെ മുമ്പിൽ വേണം പോവാൻ, കട്ട് ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഗോൾ കീപ്പേഴ്സിന്റെ പുറകിലാണ്, ഗോൾ കീപ്പേഴ്സിനല്ല, ഗോൾ കീപ്പറും ഡിഫൻഡേഴ്സിന്റെയും പുറകിലാണ്. ഇവരുടെ വിചാരം എന്താണ്? ക്രോസ് വരുമ്പോഴത്തേക്കും ഇവരുടെ വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ തല്ലടിക്കാൻ എന്നുള്ളത്. ഇതൊന്നും കോച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. അത് വളരെ എവിഡന്റ് ആണ്. ക്രോസ് ഇട്ടാണെങ്കിൽ ഇട്ടോ, പക്ഷെ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് അതിനെ പ്ലേയേഴ്സിന് അവരുടെ പ്രൊഫൈലിലും പൊസിഷനും കൊണ്ടേ വെക്കേണ്ടത്, ഒന്നും വെക്കുന്നില്ല. അതേപോലെ തന്നെ വിങ്ങേഴ്സിനെ കൂടെ ഐസൊലേറ്റ് ചെയ്ത് വിങ്ങേഴ്സിന് ബോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രസമാണ്. നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും ബോക്സിൽ ഇങ്ങനെ കൈ കെട്ടി നിൽക്കും. വിങ്ങേഴ്സ് ഇപ്പൊ കൊണ്ടുവരും, വായിലേക്ക് വെച്ച് തരും നമുക്ക് ബോൾ വെച്ചിട്ട്. എടോ ഒന്ന് ഓവർലാപ്പ് ചെയ്യുക, അണ്ടർലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ അവിടെ വെക്കുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാണിക്കുക, എന്തെങ്കിലും ഒരു ടാക്ടിക്കൽ ചേഞ്ച് കൊണ്ടുവരാം. നമുക്ക് മെറസ്കയ്ക്ക് ഒരു 3-2-5 ഫോർമേഷൻ ഉണ്ട്. ഒരു പുള്ളിക്കാരൻ 2 ഫുൾ ബാക്കിനെ അങ്ങോട്ട് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അങ്ങോട്ട് ഹാപ്പി ആയി. അതിനുപരി പുള്ളിക്കാരനെ കൊണ്ട് വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നമ്മൾ 2 ഹാഫ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, സ്കോർ ചെയ്തു. ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി. ആ മിനിമം ഗ്യാരണ്ടിയാണ് നമ്മൾ ഇന്ന് കാണിച്ചത്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം ഗ്യാരണ്ടി. വി എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് പെർഫോമൻസസ്, അല്ലെങ്കിൽ സ്കോർ ലൈൻ, പെർഫോമൻസ് അല്ല സ്കോർ ലൈൻ അഗൈൻസ്റ്റ് സർട്ടൺ ടീംസ്, പ്രത്യേകിച്ച് ഒരു ബോട്ടം 10 നിൽക്കുന്ന ഒരു പ്രീമിയർ ലീഗ് ടീമിനെതിരെ. കാരണം അതിനുള്ള സ്ക്വാഡ് ഉണ്ട്, അതിനുള്ള സ്ക്വാഡ് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലുണ്ട്. യെസ്, ആ സ്ക്വാഡ് ഇൻബാലൻസ്ഡ് ആണ്, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനിയും സ്ക്വാഡിൽ ഒരുപാട് പ്ലേയേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു മിനിമം ഗ്യാരണ്ടി തരാനായിട്ടുള്ള ഒരു സ്ക്വാഡ് എന്തുന്നാലും ഉണ്ട്. അത് മെറസ്ക യൂട്ടിലൈസ് ചെയ്ത് പറ്റും. ഇതുപോലത്തെ റിസൾട്ടും വേണം, അത്യാവശ്യം നല്ല പെർഫോമൻസ് വേണം. പക്ഷേ വീണ്ടും നമ്മൾ ട്രാൻസിഷൻ അറ്റാക്കിൽ നമ്മൾ വളരെ എന്താ പറയുക, ത്രെട്ട് കൺസിഡർ ചെയ്യുന്നു. റീസ് ജെയിംസ് ഒരു ബോൾ ലൂസ് ചെയ്ത് തന്നെ അത് ഗോള്. നമ്മൾ ട്രാൻസിഷൻ അറ്റാക്ക് എത്ര തവണയാണ് നമ്മൾ എക്സ്പോസ് ആയി പോകുന്നത്. ഇതൊന്നും നന്നായിട്ടൊന്നുമില്ല. നമ്മളിപ്പോഴും ഒരു 3-2-5 അല്ലെങ്കിൽ 3-1-5-1 അറ്റാക്ക് ഷേപ്പ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതങ്ങോട്ട് ബോർഡിൽ ഇങ്ങോട്ട് വരച്ചിട്ടിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ വരച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തെന്ന് പറയണു. അപ്പൊ നമുക്കൊരു ബോൾ ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ബോൾ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സെന്റർ ഫോർവേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കുറെ ഹാഫ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് പെഡ്രോ നെറ്റോ ഈ പറയുന്ന പോലെ സ്ട്രൈക്ക് ചെയ്യാൻ ഉഷാറായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവന് ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അവൻ അടിച്ചോളും. നീ മറ്റേ പറഞ്ഞങ്ങനെ കിടന്ന് ഓടും, എന്നാലും അവനും നല്ല ബോൾ സ്ട്രൈക്കിംഗ് ഉണ്ട്. പാൽമറൊക്കെ ഇപ്പൊ സ്ട്രൈക്ക് ചെയ്യുന്നത് മറന്നു, പാൽമറൊക്കെ പാസ് ചെയ്യാൻ കൊടുക്കാൻ പോലും മറന്നു. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്ടിക്കലി പുള്ളിക്കാരനെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്തതിന്റെ കാരണം തന്നെയാണ്. നമ്മൾ ഭയങ്കര ബ്ലാൻഡാണ് നമ്മുടെ ഫുട്ബോൾ. ഉപ്പും എരിവും മുളകും ഒന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വളരെ എവിഡന്റ് തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഇനി അടുത്ത കളികളും കാണാൻ പോകുന്നത്. നമ്മുടെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഈസി ആയിട്ട് നമ്മൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും എല്ലാ ടീമുകളും നമ്മളെ പിടിക്കും. ആരെങ്കിലുമൊക്കെ ഒരുപോലെ തന്നെ ഹാഫ് ചാൻസ് എവിടെന്നെങ്കിലൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്തു ആയെന്നേ ഉള്ളതുള്ളൂ. അല്ലാണ്ട് ആസ് എ ടീം നമ്മൾ ഭയങ്കരമായിട്ട് ഇവോൾവ് ആയി കളിക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഈ കളിയിലൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടായില്ല. ഇനി അതിന്റെ പേരും പറഞ്ഞ മെറസ്കയെ സാക്കിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ് ആണ്. അത് ഒരു ടോപ്പ് 4ലേക്ക് ഗ്യാരണ്ടി തരുന്ന തരത്തിലുള്ള രീതിയിലുള്ള സൈനിങ് ആണെങ്കിൽ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് ടോപ്പ് 4 മാത്രമല്ല, നമുക്ക് പ്രീമിയർ ലീഗ് ടൈറ്റിലും ചാലഞ്ച് ചെയ്യണം. അതിന് നമുക്ക് പ്ലേയേഴ്സിന് ആവശ്യമുണ്ട്. അത് ഇങ്ങനെ കൊണ്ട് നടക്കുമെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ യെസ്, റിസൾട്ട് കെയിം ഇൻ അവർ ഫേവർ. പക്ഷെ ഓവറോൾ പെർഫോമൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ എടുത്ത് ഊതിപ്പെരിപ്പിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. കുറെ ലിങ്കപ്പ് ഒക്കെ നമ്മുടെ ഭയങ്കര മിസ്സിംഗ് ആണ് നമ്മുടെ ടീമിൽ നിന്ന്. ആ ട്രെയിനിങ്ങിൽ ഇല്ലാത്തതാണെന്നുള്ളത് വളരെ വളരെ കണ്ടറിയാം. അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. വൺ ടച്ച് പാസിംഗ് ഒന്നും കാണുന്നില്ല. വൺ ടച്ച് ടുക് 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 ടക്ക് ഒരു പാസ് ത്രൂ ബോൾ ഒന്നും നമ്മുടെ ടീമിൽ ഇല്ല. അതൊന്നും അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ കാണാൻ കൊതിക്കുന്നത്. ദോസ് ആർ ഓൾ എന്താ പറയണേ, മിസ്സിംഗ് ടോട്ടലി ഫ്രം. പുള്ളിക്കാരൻ ഒരു ബോർഡിൽ ഒരു ഫോർമേഷൻ വരച്ചു വെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് പിള്ളേർ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ളത്. അതിന് അത്യാവശ്യം ഇന്ന് പിള്ളേരെ ഔട്ട്പുട്ട് തന്നതുകൊണ്ട് നമുക്ക് 2-1 സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പോഴും ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നിലനിൽക്കുകയാണെന്നുള്ള ഒരു സന്തോഷത്തിൽ നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. പക്ഷെ ഇതിന്റെ വിജയത്തിന്റെ പേരിൽ നമ്മൾ വല്ലാണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടൊന്നും എടുക്കാനൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ പെർഫോമൻസസും ആ പെർഫോമൻസ് ഗ്യാപ്പും ഒക്കെ വളരെ വളരെ എവിഡന്റ് ആണ്. ഇനിയിപ്പോ ഈ സീസൺ ഇങ്ങനെ പോവുള്ളൂ, നമുക്ക് പറഞ്ഞിട്ട് നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ടോപ്പ് 5 എത്തിക്കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇനിയിപ്പോ നിങ്ങൾക്ക് വിപരീതമായ വല്ല തോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്. എസ് കെ.
ഫ്രം ചെൽസിക്കാരൻ.